അല്ല, ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിയിരുന്നാ മതിയോ? ഏ? അല്ല, ഒന്നുമില്ല. വാസു മരിച്ചിട്ടിപ്പം കൊല്ലം 5 എന്റെ ഭാര്യ പോയിട്ട് ഏതാണ്ട് 8 കൊല്ലേ. നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ? നമ്മളൊരിക്കല് ഇഷ്ടപ്പെട്ടവരല്ലേ? ഒന്ന് നമുക്ക് റീതിങ്ക് ചെയ്യാലോ. ഒന്നുമില്ല മോളെ. മോളല്ലേ? ഒന്നുമില്ല, ഞാനിതില് ഇങ്ങനെ നടന്ന് പോകുമ്പോ ഒന്ന് ഇതാ ഇതാ വഴിക്ക് കിട്ടിയ ഒരു കാട്ടുപോവാ. മോക്ക് വേണം? എന്നാ പിന്നെ ഞാൻ വെറുതെ ഇതില് പോകുമ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നമ്മളൊന്നും പറഞ്ഞില്ല. ഞാൻ ചെയ്താ മതിയോ കാണാറേട്ടാ? കാണാരേട്ടൻ അതിലെങ്ങാണ്ട് പോകുന്ന സമയത്ത് കാണാറേട്ടനോട് നിന്നേ, ഇല്ലെങ്കിൽ പിന്നാലെ വരും. ഇങ്ങോട്ട് നീങ്ങി നിക്ക്. എന്താ മോളെ? ഈ വയസ്സാം കാലത്ത് മുടി നരച്ചിട്ട് ശീല മുടി വരെ പോവുകയും ചെയ്തിട്ട് നരക്കം ചെയ്തിരിക്കണം. എന്നിട്ട് ഈ കോഴി തരത്തിൽ നിൽക്കാന് എല്ലാം നല്ലേ. നിങ്ങൾ ഈ മുടിയും കളർ ചെയ്തിട്ട് ഈ മുറത്ത് ഈ ജാക്കറ്റ് ഇട്ട് വന്നിരിക്കണതിനാ? അത് നിങ്ങൾക്ക് 2 പേർക്ക് ആ ചിന്തയില്ലേ? ആരും നിങ്ങൾ അത്തേക്ക് പോ, നിങ്ങളുടെ പ്രായം അത്തേക്ക് പോണ്ട പ്രായം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിരിക്കേണ്ട സമയത്ത് ഉമ്മാതിരി പരിപാടിയാ. കാണാരായിട്ടോ ഒന്നിങ്ങ് വന്നേ. കാണാരായിട്ട് വീട്ടില് പെണ്ണുങ്ങളൊന്നും ഭാര്യ ഇല്ലേ കാണാരായിട്ടന്? അമ്മാത്തുവേ, കാണാരായിട്ടന് ഭാര്യ ഇല്ലേ? ഇല്ലേ? പിന്നെന്താ മക്കളോട് പറഞ്ഞൂടെ ഒരു പെണ്ണിനെ കെട്ടിപ്പിച്ചരാനി? ഉച്ചിയിൽ വരുന്ന അരച്ചല്ല തന്നെ നിങ്ങളോടെയൊക്കെ. നിങ്ങളൊരൊറ്റ ആള് കാരനാണ് ഇവിടെ നാണക്കേടുകൾ ഓരോന്നുണ്ടാവുന്നത്. ഞാനൊന്നും നിങ്ങളൊന്നുമല്ല, നിങ്ങളെ പോലെ കുറച്ച് മുച്ചാഴി തന്തമാരുണ്ട് നാട്ടില്. അവരാണ് പോലെ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇച്ചിരില്ലാത്ത മക്കളെ അവിടെ കോട്ടിലും മോട്ടിലും കൊണ്ടുപോയിട്ട് ഒന്നും കുറച്ച് എന്നോട് പറയിക്കണ്ട. നിങ്ങൾക്ക് തറവാടും കുടുംബമൊന്നുമില്ല തന്തേ. നിങ്ങളെ മക്കളും മരുമകളൊക്കെ എന്താ കാട്ടിയത്? നിങ്ങൾക്ക് അത്ര വലിയ പൂജകൾ പെട്ടിത്തരാൻ പറയും മക്കളോട്. ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്യണ്ട, ഞാൻ കേട്ടതല്ലേ ഇതൊക്കെ. ഞാൻ ഒന്നും അറിയാത്ത പോലെ വന്നതന്നെയാണ്. നിങ്ങൾ എന്ത് മനുഷ്യനാ? നിങ്ങളുടെ മക്കൾ വീട്ടിൽ മക്കളൊന്നുമില്ല? ഒന്നുമില്ല മോനെ. ഒന്നുമില്ല മോനെ. ഇയാളുടെ മോനല്ലേ നിങ്ങള്? എന്റെ അമ്മേനെ കൈയും കലാശും കാണിച്ച് നമുക്കൊന്ന് റീതിങ്ക് ചെയ്താലോ? ഇവര് പണ്ട് സ്നേഹിച്ചിരുന്ന ആൾക്കാരാത്രേ. റീതിങ്ക് ചെയ്യാന് മോനെ, ഞാനിതാ ഇതിലെങ്ങനെ നടന്നു പോകുമ്പോ ഓളാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ. അയ്യോ, ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നു. വഴി കൂടെ പോണവരെ കണ്ണു കൈ കാട്ടിയാ ഞാൻ എന്താ അറിയാനുള്ള ഈ കള്ളക്കുടി ഇവിടെ കുത്തിരിക്കായിരുന്നു. അയാളാണ് ഞാൻ കണ്ടത് അവിടെ നിന്നിട്ട്. ഞാൻ ഒന്നും അറിയാത്ത പോലെ വന്നതാ കിട്ടി. വെറുതെ അങ്ങോട്ട് കയറി വരില്ലല്ലോ, വിളിച്ചിട്ട് വന്നാവും. ഞാനൊരു വിളിയും വിളിച്ചില്ലേ, വെറുതെ ഇങ്ങനെ. അതെ, പോയിക്കോ. അമ്മ കയറി പറ്റേ. ഇയാളെ വല്ല പെണ്ണ് കെട്ടിക്കാൻ നോക്ക്. ഇയാളെ തലമുടി മൊത്തം നരച്ചിട്ട് നാണക്കെട്ട് എന്തോന്നില്ല. നിങ്ങൾ അറിഞ്ഞോ കഥ? ഞങ്ങളിവിടെ പുതിയ താമസക്കാരാ. ഈ കാണാരെന്ന് പറഞ്ഞ ഈ ചെങ്ങായി ഉണ്ടല്ലോ, ഇയാള് എന്റെ അമ്മ ഇവിടെ ഇരിക്കുമ്പോ എന്റെ അമ്മനെ കൈയും കലശും കാണിച്ചിട്ട് അടുത്തേക്ക് വന്നിട്ട് ഇവര് പണ്ട് പ്രണയിച്ചോരാ റീതിങ്ക് ചെയ്താലോ? ഈ തന്തക്ക് വല്ല കാര്യം. ഈ തന്തനെ പോലത്തെ ആൾക്കാരല്ലേ നാട്ടിൽ ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു പെങ്ങളും ഇല്ല. ഈ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ആരാന്നറിയോ? നിങ്ങൾക്ക് ഇതേപോലത്തെ കളവന്മാരാ. അവരുടെ ഓരോ കമന്റും അവരുടെ ഓരോ ചോദ്യങ്ങളും ലൈക്കും കാണണം. കുറച്ച് വിവരദോഷികൾ ഇറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ വീട് ഈ ഭാഗത്തൊന്നല്ലോ. എന്ത് കഴിഞ്ഞല്ലോ? ഞാൻ 3-4 ദിവസമായി കാണില്ലേ. നിങ്ങൾക്ക് നാണം മോനില്ല തന്തേ. മക്കൾക്ക് മക്കളെ മുമ്പിൽ ഇങ്ങനെ നാണം മാനും കടാനായിട്ട് ഒരു ജന്മം. എന്റെ കുടുംബത്തോട് ഒന്ന് പറ്റിയൊരു ബെഡ്ഷീറ്റോ ഷർട്ട് നോക്ക്, അതിന് ഫുള്ള് ലവ്വാ. ഇത് നിങ്ങളുടെ വീട്ടിൽ നല്ല ഇറങ്ങി പോരുന്നത്. ചോദിക്കട്ടെ പൊന്നാര സഹോദരൻ, നിങ്ങളുടെ വീട്ടിലല്ലേ ഈ സാധനം ഇറങ്ങി പോരുന്നത്? കാണുമ്പോ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലോ തന്നെ. ഈ വക കോമാളി വേഷം കെട്ടി നടക്കണം.
അയാളെ കെട്ടിട നല്ലത് ഇയാളെ മതി കേൾപ്പിച്ചില്ലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചില്ലേ നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു അവിടെ വീട്ടിലൊരു ഭാഗത്തിരുന്നാ പോരെ ഈ വഴി കൂടെ പോവാണെങ്കിൽ ഞാൻ നടന്നാട് പോയാ പോരെ ഇങ്ങോട്ട് കയറി വരാൻ നിക്കണം നടക്കിയാണ് വീട്ടിൽ കയറി ഞാൻ ബാക്കി അവിടെ നിന്നിട്ട് വരാം അതൊക്കെ ഒന്ന് കറപ്പിച്ചു കൊടുത്തൂടെ ചിലക്കാണ്ട പോയാ അവിടെ നടക്കി ബാക്കി അങ്ങോട്ട് വീട്ടിൽ തരാം ഞാനൊന്ന് പുറത്തിറങ്ങാൻ നോക്കിയത് അല്ലാണ്ടേ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കില്ലായിരുന്നോ ഞാനപ്പൊ അതിന്റെ കുഴപ്പം നിങ്ങൾക്ക് അകത്ത് പോയിട്ട് വരെ പുസ്തകവും വായിച്ചിരുന്നൂടെ നിങ്ങളെ ഇനി എങ്ങാനും ആ വാതിലിന്റെ പുറത്ത് കണ്ട നാട്ടുകാരിന്റെ തള്ളേക്കൊല്ലി എന്ന് വിളിക്കും അത് വേണോ പൊട്ടും തേങ്ങടെ മൂട് ഇനിയെങ്ങാനും നിങ്ങള് മൂട്ടി ഇവിടെ കറപ്പിച്ചാല് ഞാൻ കണ്ടാല് കുറച്ച് ഫേസ്ബുക്കിൽ കുറച്ച് തന്താരുണ്ട് ആവശ്യമില്ലാത്ത പോസ്റ്റിന് പോയിട്ട് ആവശ്യമില്ലാത്ത കമന്റ് ഇടേ അതുപോലെ തന്നെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും പോയിട്ട് ഷെയർ ചെയ്യും ആവശ്യമില്ലാത്തതിന് കുറെ വർത്താനം പറ കുറച്ച് കോമരങ്ങള് ആ കൂട്ടത്തിൽ നിങ്ങൾ കൂടെ നിൽക്കണ്ടാ നമുക്ക് എന്താ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അകത്ത് മാത്രമേ ഇരിക്കാൻ പറ്റൂ അകത്ത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ ഈ കണക്കിന് നന്നായെങ്കിൽ പുറത്ത് വിടുമല്ലോ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുണ്ട് നല്ല പോലെ ജീവിക്കണേ നിങ്ങളെ പോലുള്ളതൊക്കെ അകത്ത് ജയിലിടണം മൂടാ പോയി